കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവും എം.എൽ.എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കേസും ആ കേസിലെ അതിജീവിതയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന കേസിൽ സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ ഉൾപ്പെട്ട നിയമ നടപടികളും ഇന്ന് കേരളം നേരിടുന്ന നിയമപരവും ധാർമ്മികവുമായ പ്രതിസന്ധികളുടെ നേർചിത്രമാണ്. നിയമസഭാംഗം ഒളിവിൽ പോയ സംഭവവും ഒരു അതിജീവിതയുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്തതിലെ നിയമപരമായ വ്യാപ്തിയും ഈ കേസുകളെ അതീവ ഗൗരവമുള്ളതാക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി 10ാം ദിവസം ഒളിവിൽ കഴിയുന്ന സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിൽ അസാധാരണമാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ നിർണായകമായ ഹർജി പരിഗണിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് പ്രകാരം ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ പോലും വിവാഹ വാഗ്ദാനം വ്യാജമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് സമ്മതമില്ലായ്മയായി കണക്കാക്കാം. നിയമപരമായി ഈ വാദമാണ് മാങ്കൂട്ടത്തിന്റെ കേസിൽ ഏറ്റവും നിർണായകമായി വരുന്നത്. താനൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നുള്ള മാങ്കൂട്ടത്തിന്റെ വാദം നിയമപരമായി തെളിയിക്കപ്പെടുക പ്രയാസമാണ്. എങ്കിലും കേസിലെ പരാതിയുടെ ടൈമിങ്ങും രാഷ്ട്രീയ പശ്ചാത്തലവും കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന അതിജീവിതയുടെ ആരോപണം ലൈംഗിക പീഡന കേസുകളിലെ പ്രതിയുടെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തത്തെ കൂടുതൽ സങ്കീർണമാക്കും.